യേശുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, കരുണയുടെ അവസാന മണിക്കൂർ എന്ന ഈ സന്ദേശങ്ങൾ നൽകിയിരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ അടുത്ത ഭാഗം പാർട്ട് 3 നമുക്ക് വായിക്കാം. ഇതിൽ പറയുന്നത് ആമുഖ ഭാഗമാണ്. നമുക്ക് ഒരുമിച്ച് വായിച്ചു തുടങ്ങാം. കരുണയുടെ അവസാന മണിക്കൂർ എന്ന ഈ സന്ദേശ സംഗ്രഹത്തിൻ്റെ പേജുകൾ മറിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ആനന്ദവും സമാധാനവും കൊണ്ട് തുടിക്കുന്നു. ഈശോയും മറിയവും ജിംഗൻസ്കർ എന്ന സഹോദരിക്ക് വെളിപ്പെടുത്തി കൊടുത്ത സന്ദേശങ്ങളാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളടക്കം. ഈ അന്ത്യകാലത്ത് കർത്താവ് തൻ്റെ ജനത്തോട് കാണിക്കുന്ന മഹത്തായ അനുകമ്പയിൽ ആഹ്ലാദിക്കാൻ അവർ നമ്മെ പ്രേരിപ്പിക്കുന്നു. സത്യത്തിൽ അവിടുത്തെ ഉപാധികളല്ലാത്തതും അമേയവുമായ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിൽ സജീവമായി ഈ സന്ദേശങ്ങളിൽ ദൃശ്യമാണ്. മറിയത്തോടൊപ്പം ഇങ്ങനെ ഉദ്ഘോഷിക്കാൻ അവ നമ്മെ പ്രചോദിപ്പിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ലൂക്ക 1:46 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ. ഈ സന്ദേശങ്ങൾ ആസന്നമായ ദൈവനീതിയുടെ മണിക്കൂറിൻ്റെ മുന്നറിയിപ്പുകളുടെ കാഹളധ്വനിയാണ്. അത് വെട്ടി ദൂരെ എറിയപ്പെടുന്നതിന് മുൻപായി നമുക്ക് ലഭിക്കുന്ന ഒരവസരം കൂടിയാണിത്. അങ്ങനെ ഈ ഗ്രന്ഥം മനുഷ്യരാശിയുടെ ഈ ഇരുണ്ട മണിക്കൂറിൽ ദൈവകരുണയുടെ പ്രകാശഗോപുരമായി വർത്തിക്കുന്നു. പരീക്ഷണങ്ങളുടെയും പീഡനങ്ങളുടെയും അനേകം വർഷങ്ങളിലൂടെ ജിംഗൻസ്കർ സവിശേഷമാമിതം കടത്തിക്കൊണ്ടുവന്ന ദൈവം തൻ്റെ നന്മയിൽ മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള ഈ സന്ദേശങ്ങൾ സ്വീകരിക്കാൻ അവളെ ഒരുക്കുകയായിരുന്നു. എണ്ണമറ്റ മൗതിക അനുഭവങ്ങളിലൂടെ ലഭിച്ച സവിശേഷമായ വിളിയുടെ ഫലമായി അവൾ ഹോളി റെഡീമർ റിന്യൂവൽ സെൻ്ററിൽ എത്തപ്പെട്ടു. ഈ അനുഭവങ്ങൾ സ്നേഹത്തിൻ്റെ കൂദാശ നമുക്കായി എവിടെ തുറന്നു വച്ചിരിക്കുന്നുവോ ആ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സജീവ സാന്നിധ്യവും മറിയത്തിൻ്റെയും വിശുദ്ധരുടെയും സാന്നിധ്യവും അനുഭവിക്കുന്നതിലേക്കും അവരുടെ സ്വരം ശ്രവിക്കുന്നതിലേക്കും അവളെ നയിച്ചു. തൻ്റെയും തൻ്റെ മാതാവിൻ്റെയും വിശുദ്ധരുടെയും സ്വരം ശ്രവിക്കുന്നതിനായി ഈശോ അവളുടെ ആത്മാവിനെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്നത് ഈ സന്ദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ആയിരിക്കുമ്പോൾ ഈശോയും മറിയവും അവൾക്ക് പറഞ്ഞു കൊടുത്തവയുടെ കൃത്യമായ സംഗ്രഹമാണ് ഈ ഗ്രന്ഥം. ദിവ്യകാരുണ്യം മാത്രം ആഹാരമാക്കിക്കൊണ്ടുള്ള അനന്യസാധാരണമായ അവളുടെ ജീവിതം തന്നെ അവളുടെ ജീവിതത്തിൽ ദൈവം പ്രത്യേകമാംവിധം ഇടപെടുന്നു എന്നതിൻ്റെ തെളിവാണ്. അതിനാൽ തന്നെ ഈ സന്ദേശങ്ങൾ ദൈവിക വെളിപ്പാടുകൾ ആണെന്നതിൻ്റെ വിശ്വാസ്യതയ്ക്കും അവ തെളിവാണ്. 2023 കോർപ്പസ് ക്രിസ്റ്റി തിരുനാൾ ദിനം മുതൽ അവൾ ജീവിക്കുന്നത് ദിവ്യകാരുണ്യം മാത്രം ഭക്ഷിച്ചാണ്. അന്ന് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈശോ അവളുടെ നാവിൽ അലിയാതെ നിന്നു. പ്രകൃതി നിയമങ്ങൾക്ക് എതിരായ ഈ സംഭവം ലോകത്തെയും മനുഷ്യരെ ആകെ തന്നെയും ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും അത്ഭുത പരതന്ത്രരാക്കുന്നു. ആ സംഭവത്തിന് ശേഷം കർത്താവ് പ്രത്യേകം അനുവദിക്കുന്ന ചുരുക്കം അവസരങ്ങളിൽ ഒഴികെ എന്തെങ്കിലും ഭക്ഷണമോ പാനീയമോ കഴിക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല. ഈ ലോകത്തിലെ ഭക്ഷണത്തിൻ്റെ മിഥ്യ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈശോ അങ്ങനെ ചെയ്തത്. കർത്താവ് അനുവദിച്ചപ്പോൾ അവൾ തൻ്റെ വിശപ്പ് ശമിക്കുവോളം ഭക്ഷണം കഴിച്ചു. എന്നാൽ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ അവൾ കഴിച്ചതെല്ലാം ഛർദ്ദിച്ചു കളയുകയും ചെയ്തിരുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും അവളെ തൃപ്തിപ്പെടുത്താത്ത അവസ്ഥ വന്നപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചു മടുത്തു. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ദിവ്യകാരുണ്യനാഥന് മാത്രമേ അവളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ സന്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം അവയെല്ലാം വെളിപാടുകളുടെ പൂർണ്ണതയും പരകോടിയുമായ ദൈവവചനത്തിൽ നങ്കൂരമർപ്പിച്ചിട്ടുള്ളവയാണെന്ന് എന്നതാണ്. സത്യത്തിൽ ഈശോ ഈ സന്ദേശങ്ങൾക്ക് കരുണയുടെ അവസാന മണിക്കൂർ എന്ന പേര് നൽകിയത് തന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്കായി സമയം വൈകുന്നതിന് മുൻപേ അനുദപിച്ച് എല്ലാവരും കർത്താവിലേക്ക് തിരിയാനുള്ള ക്ഷണമായിട്ടാണ്. നമ്മുടെ ജ്ഞാനസ്നാന വേളയിൽ നാം കൊടുത്ത വാഗ്ദാനം അനുസരിച്ച് കർത്താവിനോടുള്ള നമ്മുടെ പ്രതിബദ്ധത പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാവരും രക്ഷിക്കപ്പെടണം എന്ന തൻ്റെ ആഗ്രഹമാണ് ഈശോ അനുകമ്പാർദ്രമായ മുന്നറിയിപ്പിലൂടെ നമുക്ക് നൽകുന്നത്. നമ്മുടെ ഇഹലോക ജീവിതത്തിൻ്റെ അവസാനം വരെ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ പൈതലായി ജീവിച്ചു കൊള്ളാമെന്നുള്ളതായിരുന്നല്ലോ ആ വാഗ്ദാനം. നമുക്ക് നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്കും ദൈവരാജ്യത്തിൻ്റെ സംസ്ഥാപനത്തിനുമായി വേണ്ടി നമ്മുടെ ജീവിതം നവീകരിക്കാനുള്ള ആഹ്വാനമായി ഈ സന്ദേശങ്ങളെ സ്വീകരിക്കാം. കരുണയുടെ അവസാന മണിക്കൂറിലെ സന്ദേശങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈശോയുടെ മറിയത്തിൻ്റെയും വേദനിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്.